ചൈനയ്ക്ക് ബദലായി ഒരു ഉത്പാദക രാഷ്ട്രമായിട്ട് മാറാൻ തയ്യാറെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മാനുഫാക്ചറിംഗ് രംഗത്ത് നിർണായകമായ ഒരു ശക്തിയായി വളരുകയാണ്. ഈ ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പ് അർദ്ധജാലക വ്യവസായത്തിലേക്ക് കടക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അർദ്ധജാലക വ്യവസായം, സെമി കണ്ടക്ടർ മേഖല എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. അടുത്തിടെ ചിപ്പ് നിർമ്മാണ കമ്പനിയായ ക്വാൽകോമിന്റെ സിഇഒ ക്രിസ്ത്യാനോ ആർ ആമോനുമായിട്ട് ഗൗതം അദാനി ചർച്ച നടത്തിയിരുന്നു. ഇരുവരും തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ അർദ്ധജാലക മേഖലയിലേക്ക് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ കാലെടുത്തു വയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ത്യൻ കമ്പനികൾ കൂടുതലായി ടെക്നോളജി രംഗത്തേക്ക് വരുന്നത് രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിലേക്ക് ഇറങ്ങാനും അദാനി ഗ്രൂപ്പിന് താല്പര്യമുണ്ട്. അടുത്തിടെ 3 കമ്പനികളുടെ അർദ്ധജാലക പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലും അസമിലും സ്ഥാപിക്കാൻ പോകുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ 2 പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പിന്റെ അർദ്ധജാലക മേഖലയിലേക്കുള്ള പ്രവേശനം സൂചിപ്പിക്കുന്നത് രാജ്യം ഈ രംഗത്ത് വലിയ മത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. മൊബൈൽ ഫോണുകൾക്കായി ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നാണ് ക്വാൽകോം. ഇത് കൂടാതെ വയർലെസ് ടെലികോം ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഈ കമ്പനിയാണ് മുന്നിൽ നിൽക്കുന്നത്. ചെന്നൈയിലെ രാമാനുജൻ IT സിറ്റിയിൽ 177.3 കോടി രൂപയുടെ പുതിയ ഡിസൈൻ സെന്റർ മാർച്ച് 14 ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 1600 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഈ മേഖലയിലേക്കുള്ള രംഗപ്രവേശനം സെമി കണ്ടക്ടർ രംഗത്ത്, അതിന്റെ ഉൽപാദക രംഗത്ത് ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറുന്നതിലേക്ക് നയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ ടാറ്റ ഗ്രൂപ്പും ഇതേ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്ത് സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് തായ്വാൻ, ചൈന പോലെയുള്ള രാജ്യങ്ങളാണ്. ആ രംഗത്തേക്ക് ഇന്ത്യയും എത്തുകയാണ്. കാരണം മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിനാവശ്യമായ ഘടകങ്ങൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചൈനയെ പോലെ ഒരു വൻകിട രാജ്യവുമായിട്ട് ട്രേഡിന്റെ കാര്യത്തിൽ മത്സരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ചൈനയെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചൈന തീർച്ചയായിട്ടും അവിടെ ഇന്ത്യയുടെ സാധ്യതകളെ തടയുന്നതിനായിട്ട് കളിക്കും. കാരണം അവരുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അത് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാ മേഖലയിലും, ഇപ്പോൾ ഉൽപാദനം എന്ന് പറയുമ്പോൾ സർവ്വ മേഖലകളിലും സ്വയം പര്യാപ്തത നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ചൈനയെ പോലെ ഈ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെയാണ് ഇന്ത്യൻ കമ്പനികളും ഈ രംഗത്ത് ഗവൺമെന്റിനും രാജ്യത്തിനും ഒപ്പം നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ടാറ്റ, അതുപോലെ മഹീന്ദ്ര, റിലയൻസ്, അതുപോലെ അദാനി ഗ്രൂപ്പ്, ഇവരൊക്കെ തന്നെ രാജ്യത്തിന്റെ ഒരു എക്കണോമിക് ഗ്രോത്തിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അദാനി പോലെ ഒരു വലിയ കമ്പനി നമ്മുടെ മുന്നിലുണ്ട്. മറിച്ചില്ലെങ്കിൽ നമ്മൾ വിദേശ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേനെ. അതുപോലെ റിലയൻസ്, അവരുടെ ജിയോ ആയിക്കോട്ടെ, ജിയോ മാർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് നിർമ്മാണ രംഗത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ സർവ്വ മേഖലയിലും രാജ്യത്തിന് ഉപകാരപ്പെടുന്ന മേഖലകളിൽ സ്വയം പര്യാപ്തത നേടുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ തന്നെ വിദേശ കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേ. അപ്പോൾ ഇന്ത്യയിലെ സമ്പന്നരും ഇന്ത്യയിലെ കമ്പനികളും അല്ലെങ്കിൽ ഇന്ത്യയിലെ പേരുകെട്ട കമ്പനികളും ഒക്കെ ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിലോട്ട് വരുന്നത് കൊണ്ടാണ് രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം പര്യാപ്തത നേടാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ അംബാനി, അദാനി എന്ന് പറയുന്നത് എന്തോ വലിയ കുഴപ്പക്കാരാണെന്നുള്ള ചിന്തയൊക്കെ നമ്മൾ മാറ്റിവെക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ചെയ്യാൻ കമ്പനികളില്ലെങ്കിൽ അമേരിക്കയിലെയോ ചൈനയിലെയോ ജപ്പാനിലെയോ കമ്പനികളല്ലേ ഇവിടെ വന്ന് ചെയ്യുള്ളൂ. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആവാൻ പറ്റില്ല. മറിച്ച് ഇന്ത്യൻ കമ്പനികൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് അതിനുമേലൊരു നിയന്ത്രണവും എപ്പോഴും ഉണ്ടാകും. ആ കമ്പനികളും ഇന്ത്യൻ നിയമത്തിനും അല്ലെങ്കിൽ ഭരണഘടനയ്ക്കും വിധേയപ്പെട്ട് പ്രവർത്തിക്കും. മറിച്ച് ഒരു അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയുടെ വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസും എപ്പോഴും ഉണ്ടാകും. മറിച്ച് നമുക്ക് നമ്മുടെ കമ്പനികൾ ഇവിടെ സ്വയം പര്യാപ്തത നേടുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ശക്തമായിട്ട് മാറാൻ സാധിക്കുക. അതുകൊണ്ട് അദാനിയും അംബാനിയും അല്ലെങ്കിൽ ടാറ്റയും മഹീന്ദ്രയും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ അസറ്റ്സ് ആണ്. അദാനി ഗ്രൂപ്പ് അർദ്ധജാലക വ്യവസായത്തിലേക്ക് കടക്കുന്നത് രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ്.